UDF വിട്ടവർ മടങ്ങി വരണം എന്ന KPCC അധ്യക്ഷന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ നിലപാട് വ്യക്തമാക്കി കേരള കോൺഗ്രസ് എം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കുറഞ്ഞതിന്റെ പേരിൽ മുന്നണി മാറില്ലെന്ന് ജോസ് കെ മാണി 24നോട് വ്യക്തമാക്കി. പാലാ നഗരസഭയിലെ ജനവിധി മാനിക്കുന്നതായും പ്രതിപക്ഷത്തിരിക്കുമെന്നും ജോസ് കെ മാണി വിശദീകരിച്ചു. കേരള കോൺഗ്രസ് മാൻസാറും നിലപാടിൽ ഉറച്ചല്ലേ നിന്നിട്ടുള്ളൂ. എത്രയോ കയറ്റവും ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാകും. എപ്പോഴും ആ ഇഷ്യൂസും മുന്നണിക്കകത്തുണ്ടാകും, ഇഷ്യൂസ് മുന്നണിക്ക് പുറത്തുണ്ടാകും, ഇഷ്യൂസ് പൊതുവായിട്ടുണ്ടാകും. അവിടെ എല്ലാം നിലപാട് ഉറച്ചാണ് നിൽക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഒരിക്കലും ഒരു വിജയവും പരാജയവും ഒക്കെ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ് ആ ഉയർച്ചയിലും താഴ്ചയിലും വിജയത്തിലും പരാജയത്തിലും ഉറച്ച നിലപാടായിട്ട് പോകും. ഈ പാലാ നഗരസഭയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസിന് എമ്മിന് 2 ചിഹ്നത്തിൽ 10 സീറ്റ് കിട്ടി. അത് അതേപടിക്ക് ഈ പ്രാവശ്യമുണ്ട്. പക്ഷേ LDFന് നമുക്ക് ഇത് ഭരിക്കാനുള്ള മാൻഡേറ്റ് ഇല്ല. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകും. കേരള കോൺഗ്രസ് എം UDFിലേക്ക് വന്നാൽ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പാലാ MLA മാണി സി കാപ്പൻ. എന്നാൽ പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്നും മാണി സി കാപ്പൻ 24നോട് പറഞ്ഞു. 3 സ്ഥലത്തും ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഒഴിവാക്കിയിരുന്നു. ആ ഒരു ധാർമ്മികത അവർക്കുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം ചർച്ചകൾ വരുന്നതല്ലേ ഉള്ളൂ, ഒന്നുമായിട്ടില്ല, ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്നിപ്പം UDFിൻ്റെ ഒരു ഉന്നതാധികാര സമിതി കോട്ടയത്ത് കൂടുന്നുണ്ട്. അതിനുശേഷം അവരുമായിട്ട് എങ്ങനെ ചർച്ച ചെയ്യണം, എന്തായിരിക്കണം കണ്ടീഷൻസ് എന്നുള്ള കാര്യം ആലോചിക്കുന്നതേ ഉള്ളൂ. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നുണ്ട് വിവരങ്ങളുമായി. ടോബി, UDFിന്റെ മികച്ച മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ UDFിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കുറെ കൂടി ഊർജിതമായി നടക്കുന്നുണ്ടാകുമല്ലോ. കാരണം നേരത്തെ തന്നെ കേരള കോൺഗ്രസ് എം വന്നാൽ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു UDF. പക്ഷേ ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു ആലോചനയില്ല എന്നും അങ്ങനെ ഒരു ക്ഷണമുണ്ടായാൽ സ്വീകരിക്കേണ്ട എന്നും തീർത്ത് പറയുകയാണോ ജോസ് കെ മാണി? ജോസ് കെ മാണിയുടെ വരവ് ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധിയോ വെല്ലുവിളിയോ ഉണ്ടാക്കും എന്ന ആശങ്ക മാണി സി കാപ്പനുണ്ട്. അതുകൊണ്ടാണോ അദ്ദേഹം പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നൊക്കെ മുൻകൂട്ടി പറയുന്നത്? GK, നേരത്തെ തന്നെ മാണി സി കാപ്പൻ ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ അന്ന് പറഞ്ഞിരുന്നത് കേരള കോൺഗ്രസ് എം UDFിലേക്ക് വരേണ്ടതേ ഇല്ല എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ നിന്നും ഇത്തിരി മയപ്പെടുത്തിയിരിക്കുന്നു കാപ്പൻ. അതായത് വരികയാണെങ്കിൽ UDFിലേക്ക് ജോസ് കെ മാണി വിഭാഗം വരികയാണെങ്കിൽ അത് 2 കൈ നീട്ടി സ്വീകരിക്കും. പക്ഷേ പാലാ സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളൊരു നിലപാടാണ് കാപ്പന് ഇപ്പോഴുള്ളത്. അതിനുള്ള കാരണം UDFിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു എന്നാണ് കാപ്പൻ നമ്മളോട് ഓഫ് ദി റെക്കോർഡായിട്ട് തന്നെ പറഞ്ഞത്. UDFിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ തൻ്റെ അഭിപ്രായം ഇതാണെന്ന് വ്യക്തമായി പറയുകയും ചെയ്തു. അതിനുള്ള കാരണം ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് UDF കൺവീനർ അടക്കമുള്ളവർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടു. അപ്പോൾ UDFിൻ്റെ നല്ലതിന് വേണ്ടി അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് താൻ തയ്യാറാണ്. പക്ഷേ പാലാ സീറ്റ് വിട്ടു നൽകിക്കൊണ്ട് ഒരു വിട്ടുവീഴ്ച വേണ്ട, അല്ലെങ്കിൽ ഒരു മുന്നണി വിപുലീകരണം വേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് കാപ്പനുള്ളത്. കാപ്പൻ എന്തായാലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു തിരിച്ചടിയാണ് LDFിന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പോലും കരുത്ത് തങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായിട്ടില്ല എന്നുള്ളൊരു നിലപാട് കേരള കോൺഗ്രസ് എമ്മും സ്വീകരിച്ചിട്ടുണ്ട്. പാലാ നഗരസഭയിൽ ഭരണം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും 10 സീറ്റിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റ് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിലും വലിയ ഒരു വീഴ്ചയിലേക്ക് LDFിന് അത്ര CPMന് അത്രയുമുള്ള ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടില്ല തങ്ങൾക്ക് എന്നുള്ളൊരു നിലപാടിലാണ് കേരള കോൺഗ്രസ് എം ഉള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ UDF വാതിലുകൾ തുറന്നിടുകയാണെങ്കിൽ ആ ചർച്ചകൾക്ക് ജോസ് കെ മാണി വിഭാഗം തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ, ഫലം വന്നതിന് തൊട്ട് പിന്നാലെ UDF നേതാക്കൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കൾ തന്നെ ജോസ് കെ മാണിയെ ക്ഷണിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരെ കൊണ്ടുവരികയാണെങ്കിൽ മധ്യ കേരളത്തിൽ കരുത്ത് തെളിയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നതാണ്. മികച്ച വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ UDF കുറെ കൂടി ശക്തമായ ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിച്ചേക്കും. എന്ത് നിലപാട് ആ ഘട്ടത്തിൽ സ്വീകരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.